ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിദംബരം സംവിധാനം ചെയ്ത് ജൂൺ 19 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് പോസിറ്റീവ് പറയാൻ നേടുത്ത് മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ബാലൻ. ചിത്രത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയ 10-ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. 9-ാം ദിവസം എന്നല്ല ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,40,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. അങ്ങനെ 9 ദിവസം കൊണ്ട് കേരളത്തിൽ 12,54,00,000 രൂപയായിരുന്നു സിനിമ കളക്ട് ചെയ്യുന്നത്. 9 ദിവസം കൊണ്ട് കർണാടകയിൽ 1,81,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 86,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 9 ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 3,14,00,000 രൂപയാണ്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 15,68,00,000 രൂപയാണ്. വിദേശത്ത് 10,87,00,000 രൂപ ആദ്യ 9 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി 26,55,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇനി 10-ാം ദിവസം ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 1.5 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 14 കോടിക്ക് മുകളിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 28.5-29 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മുരളി ഗോപി തിരക്കഥെഴുതി GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത് തമിഴിലും മലയാളത്തിലുമായി ജൂൺ 25 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത സിനിമയാണ് അനന്തങ്കാട്. ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 3 ദിവസം കൊണ്ട് കേരളത്തിൽ 1,18,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 45 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 1,60,00,000 റേഞ്ചിലാണ് ആദ്യ 4 ദിവസം കൊണ്ട് സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 3,30,00,000 റേഞ്ചിലുമാണ്. റോഷൻ മാത്യു നായകനായി M. പത്മകുമാർ സംവിധാനം ചെയ്ത് ജൂൺ 26 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ഉയിർ. ചിത്രം വെള്ളി ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 54 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ഇന്ന് സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 35 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 90 ലക്ഷം റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. എങ്കിലും 1,40,00,000 റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹോമി അഡജാനിയെ സംവിധാനം ചെയ്ത് ജൂൺ 19 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് കോക്ടെയിൽ 2. ചിത്രത്തിൽ ഷാഹിദ് കപൂർ, കൃതി സനോൻ, രശ്മിക മന്ദാന എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ചിത്രം 9-ാം ദിവസം എന്നല്ല ശനിയാഴ്ച കേരളത്തിൽ 1,15,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 9 ദിവസം കൊണ്ട് കേരളത്തിൽ 35 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തത് 5,50,00,000 രൂപയായിരുന്നു. അങ്ങനെ 9 ദിവസം കൊണ്ട് ഇന്ത്യയിൽ 95,91,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് 9 ദിവസം കൊണ്ട് $2.79 മില്യൺ കളക്ട് ചെയ്തത്, അതായത് 26,40,00,000 രൂപ. അങ്ങനെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 9 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 122,31,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 8 കോടി റേഞ്ചിലാണ്. അങ്ങനെ 10 ദിവസം പിന്നിടുമ്പോൾ സിനിമ ലോകമെമ്പാടുമായി 130 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ജൂൺ 19 തിരഞ്ഞെടുത്ത് വമ്പന്തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് എങ്കൽ തങ്കം അഥവാ മാ ഇന്ദി ബംഗാരം. BB നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സാമന്ത, ഗുൽഷൻ ദേവയ്യ, ഗൗതമി, ശ്രീമുഖി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ 9 ദിവസം കൊണ്ട് 19,80,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി കളക്ട് ചെയ്തത് 6 കോടി രൂപയായിരുന്നു. അങ്ങനെ 9 ദിവസം കൊണ്ട് 53,83,00,000 രൂപയാണ് ഇന്ത്യയിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശത്ത് $2.12 മില്യൺ, അതായത് 20,01,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസായി ആദ്യ 9 ദിവസം കൊണ്ട് 73,84,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇന്ന് ഞായറാഴ്ച 7 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 10 ദിവസം കൊണ്ട് 80 കോടിക്ക് മുകളിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ജൂൺ 19 തിയേറ്ററിലെത്തി വളരെ മികച്ച അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 17,50,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. അങ്ങനെ 9 ദിവസം കൊണ്ട് കേരളത്തിൽ 1,40,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 1,60,00,000 രൂപയാണ്. വിദേശത്ത് 14 ലക്ഷം ഉൾപ്പെടെ ലോകമെമ്പാടുമായി 9 ദിവസം കൊണ്ട് 1,74,00,000 രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. 10-ാം ദിവസം എന്ന ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 18-20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 1,60,00,000 റേഞ്ചിൽ എത്തിക്കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 2 കോടിക്ക് അടുത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. ജയറാം നായകനായി പാണ്ഡ്യരാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ജൂൺ 5 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് പരിമള ആൻഡ് കമ്പനി. സിനിമ 23 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 13,61,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 15,29,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ വരെയുള്ള 23 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 17,26,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. നസ്രിയൻ നായകനെ അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്ത് ജൂൺ 5 തിയേറ്ററിലെ മലയാള സിനിമയാണ് മോളിവുഡ് ടൈംസ്. ഈ സിനിമ 23 ദിവസം കൊണ്ട് കേരളത്തിൽ 10,04,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,75,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 11,79,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. 23 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 19,26,00,000 രൂപയുമാണ്. മെയ് 28 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. ചിത്രത്തിന്റെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 30 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഈ സിനിമ ഇന്നലെ വരെ കളക്ട് ചെയ്തത് 33,99,00,000 രൂപയാണ്. കേരളത്തിൽ 16,14,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 65,35,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 79,77,00,000 രൂപയാണ്. ജൂൺ 4 പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് പെദ്ദി. രാംചരൺ പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമയുടെ 24 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 232,05,00,000 രൂപയാണ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 301,37,00,000 രൂപ ഇന്നലെ വരെ കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 353,40,00,000 രൂപയാണ്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.
വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.